ഉദ്ഘാടനവും അതുപോലെ തന്നെ നഗരസഭയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകൾക്ക് നൽകുന്ന ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ക്ലീനിങ് കിറ്റ്, ലാപ്ടോപ്പ്, പ്രൊജക്ടേഴ്സ്, അതുപോലെ തന്നെ ഫർണിച്ചർ, ഇതുപോലെയുള്ള മറ്റ് സാമഗ്രികളുടെ വിതരണമാണ് ഇന്ന് നടക്കുന്നത്. ഫർണിച്ചർ, ലാപ്ടോപ്പ്, മെഡിക്കൽ, ഫസ്റ്റ് എയ്ഡ്, സ്റ്റേഷനറി സാധനങ്ങളുടെ വിതരണവും നമ്മുടെ ടാഗോർ സ്കൂളിൻ്റെ ലാബ് കെട്ടിടത്തിൻ്റെ നവീകരിച്ച ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളുടെ ഒരു ഫണ്ടിൽ നിന്നും നിർമ്മിച്ച ഒരു ഫുട്പാത്ത്, അതിന് ഈ ടാഗോർ സ്കൂളിലെ അതിൽ പങ്കാളികളായ എല്ലാ കുട്ടികളെയും നഗരസഭയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് വൈദ്യുതി ഇന്നത്തെ ഈ പരിപാടിക്ക് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീ കടിങ്ങിൽ പത്മനാഭൻ സാറെ, ബഹുമാനിയായ ചെയർപേഴ്സൺ ശ്രീമതി മുർഷിദ കൊങ്ങയാണ്. അവരെയും ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയാണ് ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ ഫർണിച്ചറുകളും ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും ഒക്കെ വിതരണം ചെയ്യുന്നത്. നിങ്ങളത് ഭംഗിയായി ഉപയോഗിക്കും എന്നുള്ളത് എനിക്കറിയാം. ടാഗോർ സ്കൂൾ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞാനൊക്കെ ഇതിനകത്ത് പഠിക്കണമെന്ന് ആഗ്രഹിച്ചു പോയ ഒരു ആളാണ്. സ്റ്റേഷനറി സാധനങ്ങളും ക്ലീനിങ് കിറ്റിൻ്റെയും വിതരണമാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നഗരസഭയിൽ ഒട്ടനവധി വിദ്യാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിലും നഗരസഭയുടെ കീഴിൽ 4ഓളം ഗവൺമെൻറ് സ്ഥാപനങ്ങളാണുള്ളത്. അതിൽ നമുക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ഈ 4 സ്ഥാപനങ്ങൾക്ക് മാത്രമേ സാധാരണ പ്രൊജക്റ്റ് ഉൾപ്പെടുത്താറുള്ളൂ. നമ്മുടെ MAC മുനിസിപ്പൽ എഡ്യൂക്കേഷൻ കമ്മിറ്റിയിൽ എല്ലാ അധ്യാപകരുടെയും അഭ്യർത്ഥന മാനിച്ച് നമുക്കറിയാം, അവർക്കുള്ള ഫസ്റ്റ് എയ്ഡ് കിറ്റും അതുപോലെ തന്നെ സ്റ്റേഷനറിയും ക്ലീനിങ് കിറ്റും അവർ എല്ലാ അധ്യാപകരും ആവശ്യപ്പെട്ടത് പ്രകാരം കൗൺസിലിൽ പ്രത്യേക അംഗീകാരം ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നഗരസഭയിലെ വിദ്യാലയങ്ങൾക്കുള്ള കിറ്റും അതുപോലെ തന്നെ ക്ലീനിങ് കിറ്റും ഫസ്റ്റ് എയ്ഡും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നിങ്ങൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. കുറേ നേരത്തെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കത് ക്ലാസ് കട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാകും. എങ്കിലും നമുക്കൊക്കെ അറിയാവുന്നത് തന്നെയാണ്, ഇങ്ങനെയൊക്കെ ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റും. ഒക്കെ ക്ലാസ് കട്ട് ചെയ്തുകൊണ്ട് ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും സുഖം ഇതാണ്. പക്ഷേ ലാസ്റ്റ് കട്ടാകുമ്പോൾ ആ പോർഷൻ തീർക്കേണ്ട ഒരു ഇതിലാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട് വരുന്നത്. പക്ഷേ നമ്മൾ ചെയർപേഴ്സൺ പറഞ്ഞ മാതിരി തന്നെ സാധാരണ രീതിയിൽ പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ നമ്മൾ മുനിസിപ്പൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പം ഫണ്ട് മാറ്റുമ്പോൾ എപ്പോഴും നമ്മൾ 5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം അങ്ങനെ വരാറുള്ളൂ. വികസന കുതിപ്പിന് തലപ്പ നഗരസഭ ഏറെ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഫണ്ട് വെക്കാറുണ്ട്, അത് പൂർത്തിയാക്കാറുണ്ട് സമയബന്ധമായി. കാരണം നമുക്ക് ഗവൺമെൻറ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇത് വിപരീതമായി ഇന്ന് മറ്റ് ഏതൊരു സ്കൂളിലും ചെയ്യാൻ സാധിച്ചിട്ട് മുൻപ്രാസങ്ങൾ 2 ചടങ്ങ് നമ്മളിവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നഗരസഭാ വൈസ് ചെയർമാനായിട്ടുള്ള പപ്പാട്ടനാണ്. മറ്റ് വിശിഷ്ട വ്യക്തികളെ ഇപ്പോൾ നിങ്ങളെ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ കല്ലിക്കൽ പത്മനാഭൻ അവർ ഇന്ന് ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ നഗരസഭ